പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും 90+ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 ആലപ്പുഴ ജില്ലയിൽ നടന്ന LD ക്ലർക്ക് പരീക്ഷയുടെ 25 GK ചോദ്യങ്ങളാണ്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക മരം. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഓപ്ഷൻ ബി തെങ്ങാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. 2010 മുതലാണ് കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി മാറിയത്. 2010 മുതലാണ് കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായി മാറിയത്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പലിനെ പറ്റി പറയുമ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക പക്ഷിയും മലമുഴക്കി വേഴാമ്പലാണ്. അരുണാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക പക്ഷിയും മലമുഴക്കി വേഴാമ്പലാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിൻ്റേത് മലമുഴക്കി വേഴാമ്പൽ, അതുപോലെ അരുണാചലിൻ്റെ മലമുഴക്കി വേഴാമ്പൽ. രണ്ടാമത്തെ ചോദ്യം, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ചണ്ഡീഗഡ് ആണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ബാംഗ്ലൂർ. ബാംഗ്ലൂർ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ. അതേപോലെ പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന സ്ഥലവും ബാംഗ്ലൂരാണ്. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന സ്ഥലവും ബാംഗ്ലൂരാണ്. പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നതും ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിന് 3 വിശേഷണങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂര്, പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂര്, അതേപോലെ പൂന്തോട്ട നഗരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂര്. ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, കാശ്മീർ. കാശ്മീർ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാശ്മീർ. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാശ്മീർ. അതേപോലെ ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നതും കാശ്മീരാണ്. ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നതും കാശ്മീരാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നതും കാശ്മീരാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നതും കാശ്മീരാണ്. എന്നാൽ ഓപ്ഷൻ എ പൂന്തോട്ട നഗരമാണ് ബാംഗ്ലൂർ. എന്നാൽ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. അടുത്ത ചോദ്യം, ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഓപ്ഷൻ ബി ഗ്രാമസഭയിൽ വെച്ചാണ്. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിൽ വെച്ചാണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ആണിക്കല്ലാണ് ഗ്രാമസഭ. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ആണിക്കല്ലാണ് ഗ്രാമസഭ. ആർട്ടിക്കിൾ 243A ആണ് ഗ്രാമസഭയെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 243A ആണ് ഗ്രാമസഭയെ പറ്റി പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 243A ഗ്രാമസഭയെ പറ്റി പ്രതിപാദിക്കുന്നു. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ആണിക്കല്ലാണ് ഗ്രാമസഭ. അടുത്ത ചോദ്യം, സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത് ഓപ്ഷൻ ഡി 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കിയത്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, 2000 ഒക്ടോബർ 17 IT ആക്ട്. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. അഞ്ചാമത്തെ ചോദ്യം, ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻ എ ആസാമാണ്. ബിഹു ആസാമിലെ നൃത്തരൂപമാണ്. അത് കൂടാതെ സാത്രിയ എന്ന നൃത്തരൂപവും ആസാമിലുണ്ട്. സാത്രിയ എന്ന നൃത്തരൂപവും ആസാമിലുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ബിഹു സാത്രിയ. ബിഹുവും സാത്രിയയും ആസാമിലെ നൃത്തരൂപമാണ്. ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ നൃത്തരൂപമാണ് വെയ്ക്കിംഗ്. അരുണാചൽ പ്രദേശിലെ നൃത്തരൂപമാണ് വെയ്ക്കിംഗ്. ഓപ്ഷൻ സി ശ്രദ്ധിക്കുക, മണിപ്പൂർ. മണിപ്പൂരിലെ നൃത്തരൂപമാണ് മണിപ്പൂരി.
മണിപ്പൂരിലെ നൃത്തരൂപമാണ് മണിപ്പൂരി. ഓപ്ഷൻ ഡി ത്രിപുര. ത്രിപുരയിലെ നൃത്തരൂപമാണ് ചിരാവ് ഖുല്ലം എന്നിവ. ത്രിപുരയിലെ നൃത്തരൂപമാണ് ചിരാവ് ഖുല്ലം. ആറാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി. ഓപ്ഷൻ ഡി വിൽപ്പന നികുതിയാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി. നികുതികളെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 265 പ്രകാരമാണ്. നികുതികളെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 265 പ്രകാരമാണ് നികുതികളെ പറ്റി പ്രതിപാദിക്കുന്നത്. ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്താണ്. എന്നാൽ മൂല്യവർദ്ധിത നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് ആണ്. മാറിപ്പോകരുത്. നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്തും മൂല്യവർദ്ധിത നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസുമാണ്. അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദിയാണ് ഓപ്ഷൻ സി താപ്തി. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദിയാണ് താപ്തി. പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. പടിഞ്ഞാറോട്ടൊഴുകുന്ന രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. 724 കിലോമീറ്റർ ആണ് താപ്തിയുടെ നീളം. 724 കിലോമീറ്റർ ആണ് താപ്തിയുടെ നീളം. ഉക്കായ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തിയിലാണ്. ഉക്കായ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തിയിലാണ്. അടുത്ത ചോദ്യം, അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ഓപ്ഷൻ ബി ശിവജിയുടെ കാലത്താണ് അഷ്ടപ്രധാൻ. ശിവജിയാണ് ഹൈന്ദവ ധർമ്മോദ്ധാരക എന്നറിയപ്പെടുന്നത് ശിവജിയാണ്. അഷ്ടപ്രധാൻ മന്ത്രിമാരുടെ തലവനാണ് പേഷ്വ. അഷ്ടപ്രധാൻ മന്ത്രിമാരുടെ തലവനാണ് പേഷ്വ. ശിവജി ഛത്രപതി പദം സ്വീകരിച്ചത് 1674. ശിവജി ഛത്രപതി പദം അല്ലെങ്കിൽ ഛത്രപതി സ്ഥാനം സ്വീകരിച്ചത് 1674 റായ്ഗഡിൽ വെച്ചാണ് ശിവജി ഛത്രപതി സ്ഥാനം സ്വീകരിച്ചത്. റായ്ഗഡിൽ വെച്ചാണ് ശിവജി ഛത്രപതി സ്ഥാനം സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ഓപ്ഷൻ ഡി കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് കൻവർ സിംഗ്. പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338. പട്ടികജാതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338. എന്നാൽ പട്ടികവർഗവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338A. പട്ടികവർഗവുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 338A. അടുത്ത ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം ഓപ്ഷൻ എ 2005 ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം 2005. അതേപോലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2006. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 2006. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ച സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന. പതിനൊന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് ഓപ്ഷൻ ബി നിവേദിത പി ഹരൻ. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് നിവേദിത പി ഹരൻ.
ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രനാണ് കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ. ഓപ്ഷൻ ഡി ശ്രദ്ധിക്കുക, എം ഫാത്തിമ ബീബി. എം ഫാത്തിമ ബീബിയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സുജാത വി മനോഹർ. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സുജാത വി മനോഹർ, ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ്. എന്നാൽ മലയാളിയായ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ് കെ കെ ഉഷ. മലയാളിയായ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് കെ കെ ഉഷ. 12ാമത്തെ ചോദ്യം, ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഓപ്ഷൻ സി റൂർക്കേല. ഓപ്ഷൻ സി റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ബൊക്കാറോ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. 1964 ബൊക്കാറോ ആരംഭിച്ചത്. 1964 ബൊക്കാറോ ആരംഭിച്ചത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബൊക്കാറോ. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബൊക്കാറോ. ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, ഭിലായ്. ഭിലായ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായ് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭിലായിയും ബൊക്കോറോയും റഷ്യയുടെ സഹായത്തോടെയാണ്. ഭിലായിയും ബൊക്കോറോയും റഷ്യയുടെ സഹായത്തോടെയാണ്. ഇവിടെ ഭിലായിയും റൂർക്കേലയും നിലവിൽ വന്നത് 1959 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഭിലായ്, റൂർക്കേല, പശ്ചിമ ബംഗാളിലുള്ള ദുർഗാപൂറും 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നവയാണ്. എന്നാൽ ബൊക്കാറോ 1964 മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നതാണ്. അടുത്ത ചോദ്യം, ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഓപ്ഷൻ ഡി, 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം നിലവിൽ വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1975 ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം നിലവിൽ വന്നത് 1975 20ദിന പരിപാടി നിലവിൽ വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 20ദിന പരിപാടി വന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതേപോലെ കമാൻഡ് ഏരിയ വികസന പദ്ധതി വന്നതും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കമാൻഡ് ഏരിയ വികസന പദ്ധതി വന്നതും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 14ാമത്തെ ചോദ്യം, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഓപ്ഷൻ എ 2013. 2013 കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കസ്തൂരി രംഗൻ കമ്മീഷനെ നിയോഗിച്ചത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കസ്തൂരി രംഗൻ കമ്മീഷനെ നിയോഗിച്ചത്. പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അടുത്ത ചോദ്യം, ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ത്രിതല പഞ്ചായത്തിൽ
പെടാത്തത് ഓപ്ഷൻ ഡി താലൂക്കാണ്. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് താലൂക്കാണ്. ത്രിതല പഞ്ചായത്ത് എന്ന ആശയം കൊണ്ടുവന്നത് ബലവന്ത് റായ് മേത്തയാണ്. ത്രിതല പഞ്ചായത്ത് എന്ന ആശയം കൊണ്ടുവന്നത് ബലവന്ത് റായ് മേത്തയാണ്. ദ്വിതല പഞ്ചായത്ത് എന്ന ആശയം കൊണ്ടുവന്നത് അശോക് മേത്തയാണ്. ദ്വിതല പഞ്ചായത്ത് എന്ന ആശയം കൊണ്ടുവന്നത് അശോക് മേത്തയാണ്. 1993 ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. 1993 ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ഇന്ത്യയിൽ നിലവിൽ വന്നത്. എന്നാൽ 1994 ഏപ്രിൽ 23 കേരളത്തിൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ 1993 ഏപ്രിൽ 24 നിലവിൽ വന്നു. കേരളത്തിൽ നിലവിൽ വന്ന് 1994 ഏപ്രിൽ 23. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ആക്ട് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ആക്ട് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ്. നമ്മൾ പറഞ്ഞു 1994 ഏപ്രിൽ 23 കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കിയത്. ഈ സമയത്ത് പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു. പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനായിരുന്നു. എന്നാൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നപ്പോൾ എ കെ ആന്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നപ്പോൾ എ കെ ആന്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അത് മാറിപ്പോരുത്. പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കിയത് 1994 ഏപ്രിൽ 23 അന്ന് ശ്രീ കെ കരുണാകരനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്നാൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് 1995 അപ്പോൾ എ കെ ആന്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. 16ാമത്തെ ചോദ്യം, 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ. 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ഓപ്ഷൻ ബി വെസ്റ്റ് ഇൻഡീസ് ആണ്. ഓപ്ഷൻ ബി വെസ്റ്റ് ഇൻഡീസ് ആണ്. ആദ്യ 2020 ലോകകപ്പ് ചാമ്പ്യന്മാരാണ് ഇന്ത്യ. ആദ്യ 2020 ലോകകപ്പ് ചാമ്പ്യന്മാരാണ് ഇന്ത്യ. 2020 ഓസ്ട്രേലിയയിലാണ് മത്സരം നടക്കേണ്ടത്. 2020 വേൾഡ് കപ്പ് നടക്കേണ്ടത്. അത് മാറ്റിവെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊറോണ കാരണം മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത വർഷത്തേക്ക്. ഇപ്പോൾ നടക്കേണ്ടത്, ഈ വർഷം നടക്കേണ്ടത് ഓസ്ട്രേലിയയിലാണ് 2020 ലോകകപ്പ്. അടുത്ത ചോദ്യം, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ സി പണ്ഡിത രമാഭായി ആണ്. പണ്ഡിത രമാഭായി ആണ് ശാരദാ സദൻ സ്ഥാപിച്ചത് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി. ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, വീരേശലിംഗം. ഇത് രണ്ടും എപ്പോഴും വരുന്നതാണ്, പണ്ഡിത രമാഭായിയും വീരേശലിംഗവും. വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, ആനി ബസന്റ്. ആനി ബസന്റ് തിയോസഫിക്കൽ ഇന്ത്യ സൊസൈറ്റിയുടെ മുഖ്യ പ്രവർത്തകയായിരുന്നു. ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മുഖ്യ പ്രവർത്തകയായിരുന്നു ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം അടയാറായിരുന്നു. തിയോസഫിക്കൽ ഇന്ത്യ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം അടയാർ ആയിരുന്നു. 18ാമത്തെ ചോദ്യം, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഓപ്ഷൻ എ വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. 2005 ഒക്ടോബർ മാസം 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ആദ്യം വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 1997 വിവരാവകാശ നിയമം പാസാക്കിയത്. 1997 തമിഴ്നാട് വിവരാവകാശ നിയമം പാസാക്കിയത്. ആദ്യമായി വിവരാവകാശ നിയമം കൊണ്ടുവന്ന രാജ്യം സ്വീഡനാണ്. ആദ്യമായി വിവരാവകാശ നിയമം കൊണ്ടുവന്ന രാജ്യം സ്വീഡനാണ്. അടുത്ത ചോദ്യം,
കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് ഓപ്ഷൻ ബി ഏപ്രിൽ 5, 1957 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യ മന്ത്രിസഭയെ പിരിച്ചുവിട്ട ദിവസമാണ് ജൂലൈ 31, 1959. ആദ്യ മന്ത്രിസഭ പിരിച്ചുവിട്ട ദിവസമാണ് ജൂലൈ 31, 1959. അതിന് കാരണമായത് വിമോചന സമരമാണ്. വിമോചന സമരമാണ് ആദ്യ മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായത്. വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ആദ്യ നിയമസഭയിലെ അംഗങ്ങൾ 127. ആദ്യ നിയമസഭയിലെ അംഗങ്ങൾ 127. 126 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും ഉൾപ്പെടെ 127 അംഗങ്ങളായിരുന്നു ആദ്യ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഓപ്ഷൻ ഡി ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട. ഇവയാണ് ആ സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന 4 നഗരങ്ങൾ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കട്ട. 5846 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. 5846 കിലോമീറ്റർ ആണ് സുവർണ ചതുഷ്കോണത്തിൻ്റെ നീളം. 5846 കിലോമീറ്റർ ആണ് സുവർണ ചതുഷ്കോണത്തിൻ്റെ നീളം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി? ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി. രണ്ടാം അലക്സാണ്ടർ എന്നും അലി ഗർഷപ്പ് എന്നും അറിയപ്പെട്ടിരുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. രണ്ടാം അലക്സാണ്ടർ എന്നും അലി ഗർഷപ്പ് എന്നും അറിയപ്പെട്ടിരുന്നത് അലാവുദ്ദീൻ ഖിൽജിയെയാണ്. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് ഖിൽജി വംശം. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശമാണ് ഖിൽജി വംശം. ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് ഖിൽജി വംശമാണ്. അടുത്ത ചോദ്യം, ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? PSC തന്ന ഉത്തരം ഓപ്ഷൻ എ ദാരിദ്ര്യം എന്നാണ്. എന്നാൽ ഇന്ദിരാ ആവാസ് യോജന ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദിരാ ആവാസ് യോജന ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ദിരാ ആവാസ് യോജന 1989 ജവഹർ റോസ്ഗാർ യോജനയുടെ ഉപപദ്ധതിയായി. 1989 ജവഹർ റോസ്ഗാർ യോജനയുടെ ഉപപദ്ധതിയായി മാറി ഇന്ദിരാ ആവാസ് യോജന. ഇപ്പോൾ ഇന്ദിരാ ആവാസ് യോജന അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ യോജന എന്നാണ്. പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ യോജന എന്നാണ് ഇപ്പോൾ ഇന്ദിരാ ആവാസ് യോജന അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം? ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഓപ്ഷൻ സി ജൂണോ. ഓപ്ഷൻ സി ജൂണോ. വ്യാഴമാണ് ഏറ്റവും വലിയ ഗ്രഹം എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഭ്രമണ വേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഭ്രമണ വേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം. ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹവും വ്യാഴമാണ്. ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹവും വ്യാഴമാണ്. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, മംഗൾയാൻ. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിച്ചത്. 2013 നവംബർ 5 മംഗൾയാൻ വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C-25 ആണ്. PSLV C-25 ആണ് മംഗൾയാൻ വിക്ഷേപണ വാഹനം. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയാര്? ദേശീയ വനിതാ കമ്മീഷന്റെ
പ്രഥമ അധ്യക്ഷയാണ് ഓപ്ഷൻ ഡി ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. 1996 മാർച്ച് 14-നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരി ടീച്ചറായിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരി ടീച്ചറായിരുന്നു. അടുത്ത ചോദ്യം, ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത്? ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമാണ് ഓപ്ഷൻ ബി ബ്രിട്ടൻ. യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചത് 1993-ലാണ്. യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചത് 1993-ലാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. അവരുടെ മുദ്രാവാക്യമാണ് യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യൂറോപ്യൻ യൂണിയൻ്റെ മുദ്രാവാക്യമല്ല, ആപ്തവാക്യം. യൂറോപ്യൻ യൂണിയൻ്റെ ആപ്തവാക്യമാണ് യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.